ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് ഏഷ്യ. ഭക്ഷണത്തിൽ പലതരം നുറുങ്ങുവിദ്യകൾ പ്രയോഗിക്കുന്നത് മനുഷ്യ സ്വഭാവമാണ്. അലങ്കരിച്ച് രുചി കൂട്ടുന്നതിനുള്ള പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് മുന്നിലെത്തുന്ന ഭക്ഷണം ശരിക്കും ഒരു കലയാണ്. എന്നാൽ ജന്തുലോകത്തെ നിയമം കയ്യിൽ കിട്ടിയ ഭക്ഷണം കഴിക്കുക എന്നതാണ്. എന്നാൽ മഞ്ഞുകുരങ്ങന്മാരെന്നറിയപ്പെടുന്ന ജാപ്പാനീസ് മക്കാക്കുകൾ ഇത്തരം രീതി ആദ്യമായി ഗവേഷകർക്ക് മുൻപിൽ കാട്ടിയിരുന്നു. തികഞ്ഞ പുരുഷാധിപത്യം നിലനിൽക്കുന്ന ജീവി സമൂഹമാണ് ഇവർ. ശക്തമായ സാമൂഹിക ക്രമം പാലിക്കുന്നു. ഈ ക്രമത്തിന്റെ ഏറ്റവും മുകളിലുള്ള കുരങ്ങുകൾക്ക് ഭക്ഷണം, ഇണ തുടങ്ങിയവ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വേഗത്തിലും സുലഭമായും ലഭിക്കുന്നു. മക്കാക്കുകളെ ശാസ്ത്രജ്ഞർ ഒരിക്കൽ പരീക്ഷണം നടത്തി. മധുരക്കിഴങ്ങുകൾ അവർക്ക് നൽകിയായിരുന്നു പരീക്ഷണം. ശാസ്ത്രജ്ഞർ കാട്ടിയതനുസരിച്ച് മക്കാക്കുകൾ മധുരക്കിഴങ്ങുകൾ കഴുകി ഉപയോഗിച്ചു തുടങ്ങി. ഈ ശീലം അടുത്ത തലമുറയിലേക്ക് പകർത്തപ്പെട്ടു. എന്നാൽ ഇതിനിടെ ഏതോ മക്കാക്കുകൾ മധുരക്കിഴങ്ങ് കടലിലെ ഉപ്പുവെള്ളത്തിൽ കഴുകി ഭക്ഷിച്ചു. ഉപ്പുരസം കലർന്നതിനാൽ ഭക്ഷണം കൂടുതൽ രുചികരമായതായി അവർക്ക് അനുഭവപ്പെട്ടു. ഈ മക്കാക്കുകൾ പിന്നീട് മധുരക്കിഴങ്ങ് കഴുകി ഉപയോഗിച്ചത്രേ. ജപ്പാനിലെ മക്കാക്കുകളെ ലോക പ്രശസ്തമാക്കിയ ഒരു സംഭവമാണ് യാക്കിയുടെ സാഹസികത. 677 അംഗങ്ങളുള്ള കുരങ്ങിൻ കൂട്ടത്തിന്റെ അധികാരം ഒരു പെൺകുരങ്ങ് പിടിച്ചെടുത്തതായിരുന്നു ഇതിന്റെ പിന്നിലെ സംഭവം. സ്വന്തം അമ്മയെയും കുരങ്ങിൻ സംഘത്തിലെ തലമുതിർന്ന 4 ആൺകുരങ്ങുകളെയും കായികമായി അടിച്ചൊതുക്കിയാണ് യാക്കി എന്ന പെൺകുരങ്ങ് കൂട്ടത്തിന്റെ നേതാവായി മാറിയത്. മക്കാക്കുകൾ കൂട്ടമായി അധിവസിക്കുന്ന താക്കാസാക്കിയാമ നാച്ചുറൽ സുവോളജിക്കൽ ഗാർഡൻ എന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് യാക്കിയുടെ താമസം. മക്കാക്ക് പറ്റത്തിൽ ഉന്നത സ്വാധീനമുള്ള പെൺകുരങ്ങുകൾ ഉണ്ടാകുമെങ്കിലും ഇവയും പുരുഷ ഭരണത്തിന്റെ കീഴിലാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കൂട്ടത്തിലെ ഏറ്റവും പ്രബലയായിരുന്ന പെൺകുരങ്ങായിരുന്നു യാക്കിയുടെ അമ്മക്കുരങ്ങ്. സ്വന്തം അമ്മയെ തന്നെ അടിച്ചൊതുക്കിയ യാക്കി ആ സംഭവത്തോടെ കൂട്ടത്തിലെ ഏറ്റവും കരുത്തയായ പെൺകുരങ്ങായി മാറി. ഇതിനുശേഷമാണ് കൂട്ടത്തിന്റെ നേതൃസ്ഥാനം വഹിച്ച ആൺകുരങ്ങുകളെ ഒന്നൊന്നായി മല്ലയുദ്ധത്തിൽ അടിച്ചൊതുക്കുന്നതിനായി യാക്കി തുടക്കമിട്ടത്. യാക്കിയുടെ കരുത്തിന് മുൻപിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞു. ഇന്ന് ജപ്പാനിലെ മക്കാക്കുകളെ പറ്റി പല കഥകളുമുണ്ട്. ഇവയ്ക്ക് നാണയമിട്ട് വെൻഡിങ് മെഷീനിൽ നിന്ന് പലഹാരങ്ങളും മറ്റും എടുക്കാൻ പറ്റുമെന്ന് അതിലൊന്നാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.